എല്ലാവർക്കും നമസ്കാരം. സമൂഹ പ്രാർത്ഥനയ്ക്കായി കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൃതിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം. ഭാഷയുടെയും ആശയത്തിൻ്റെയും കാര്യത്തിൽ അതിഗാംഭീര്യം പുലർത്തുന്ന അനേകം ദാർശനിക കൃതികൾ പൂർത്തിയാക്കിയതിനു ശേഷം തൻ്റെ ഷഷ്ടിപൂർത്തിയോടടുത്ത ഘട്ടത്തിൽ അതുവരെ സാക്ഷാത്കരിച്ചിട്ടുള്ള ദർശനങ്ങളെ കോർത്തിണക്കി താരതമ്യേന മൃദുവായ ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ചിട്ടുള്ളത്. ഇതിലെ 3-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് മനസ്സിലാക്കാം. ശ്ലോകം ഇപ്രകാരമാണ്: അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്നു നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ഇതിൽ അന്നം എന്നാൽ ആഹാരം എന്നർത്ഥം, ധന്യരാക്കുക, സുഹൃതികളാക്കുക, തമ്പുരാൻ യജമാനൻ, രാജാവ് എന്നൊക്കെ ഭാഗത്തിൽ ഭൗതികമായ ആവശ്യങ്ങൾ വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അന്നം, വസ്ത്രം തുടങ്ങിയ ജീവിത ആവശ്യങ്ങൾ മുടക്കം കൂടാതെ തന്ന് ഇഹലോക ജീവിതത്തിൽ ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വര, നീ ഒന്നു മാത്രമാണ് ഞങ്ങളുടെ തമ്പുരാൻ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ പൊതുവായ അർത്ഥം. കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ചാൽ ഒരു പുതിയ മൂല്യബോധമാണ് ഈ പ്രാർത്ഥന നമുക്ക് പകർന്നു നൽകുന്നത് എന്ന് കാണാം. അന്നവും വസ്ത്രവും ഭൗതിക വസ്തുക്കളാണെങ്കിലും ലഭ്യമാകണമെങ്കിൽ ദൈവകൃപ ഉണ്ടാകണം. കർഷകന് വിത്ത് വിതയ്ക്കാനേ കഴിയൂ. അത് കിളിർത്തു വരുന്നത് കർഷകൻ്റെ നിയന്ത്രണത്തിലല്ല. കിളിർത്തതിനെ സംരക്ഷിക്കാം, പക്ഷേ അത് വിളവായി വരണമെങ്കിലും ദൈവകൃപ വേണം. ഇതുപോലെ തന്നെയാണ് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും. പരുത്തി നൂൽ കൊണ്ടാണല്ലോ വസ്ത്രം നിർമ്മിക്കുന്നത്. ഇനി കൃത്രിമ നൂലാണെങ്കിൽ പോലും അതും പ്രകൃതിയിൽ നിന്നാണല്ലോ കിട്ടുന്നത്. പ്രകൃതിയും ദൈവത്തിൻ്റെ പ്രതീകം തന്നെ. ആത്യന്തികമായി എല്ലാം നൽകുന്നത് ഈശ്വരൻ തന്നെയെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഒരിക്കലും മുട്ടുവരാതിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് 3-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. കേവലം വ്യക്തിപരവും താൽക്കാലികവുമായ താൽപ്പര്യങ്ങളാൽ പ്രേരിതനായി നാം നടത്താറുള്ള പ്രാർത്ഥനയല്ല ഇത്. പകരം സമസ്ത മനുഷ്യർക്കും സ്വീകാര്യമായ സകല മതങ്ങളുടെയും ശൈലിക്കും നിരക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കാണിക്കുന്ന ഒരു ഉത്തമ മാതൃക കൂടിയാണ് ഇത്. ഓം ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.